ജീരകം, അരിഷ്ടം, കഷായം ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല. അത് മാത്രമല്ല, അത് കുട്ടികൾക്ക് ദോഷം ചെയ്യുന്നതും കൂടിയാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ എല്ലാരോടും അഡ്വൈസ് ചെയ്യുന്നത് ആ വക സാധനങ്ങൾ ഒന്നും എടുക്കരുതെന്നാണ്. ഇവരെന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ഇത് കാണുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇവരെന്തിനാണ് ഇത് പറയുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇവരെന്താണ് പറയുന്നതെന്ന് പോലും സത്യത്തിൽ അവർക്കറിയില്ല. ഈ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന അരിഷ്ടങ്ങളും ആസവങ്ങളും അല്ലെങ്കിൽ കഷായങ്ങളും ആരാണ് കൊടുക്കുന്നത്? നമ്മൾ കണ്ടില്ലേ, ന്യൂ ബോൺസിന് ആരും അങ്ങനെ കൊടുക്കുന്നതായിട്ട് ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. അലോപ്പതിയിലെ പീഡിയാട്രിക്സ് പോലെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ ശാഖ നമുക്ക് ഉണ്ടായിരുന്നു. കൗമാരവൃത്തി എന്ന് പറഞ്ഞിട്ടൊരു ചികിത്സാ ശാഖ തന്നെ നമുക്കുണ്ട്. അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സയൻസിനെയാണ് ഇവർ വളരെ പൊട്ടത്തരമാണെന്നും അശാസ്ത്രീയമാണെന്നും പറഞ്ഞിട്ട് കുറ്റം പറയുന്നത്. അന്ന് തന്നെ ഇതിനൊരു പ്രത്യേക ചികിത്സാ രീതി വേണമെന്നും കുട്ടികളെ സെപ്പറേറ്റ് ആയിട്ട് കണ്ട് ട്രീറ്റ് ചെയ്യണമെന്നും അത്ര കാലങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ ആ രീതിക്ക് തന്നെ ആ ചികിത്സ വളർന്നു വന്നിട്ടുമുണ്ട്. അതിന് വേണ്ടുന്ന രീതിക്ക് അതാത് കാലങ്ങളിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോഴും ഇതിലെന്ന് മാത്രമല്ല, ആയുർവേദത്തിലെ എല്ലാ ശാഖകളിലും പ്രോപ്പറായിട്ടുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അതിനിയും നടക്കും, അത് തുടരും. ഇതൊന്നും ആരും കാണുന്നില്ല. ഈ പറയുന്ന ഡോക്ടേഴ്സ് ഇവരാരും ഇതിനെപ്പറ്റി കേൾക്കായിട്ടൊന്നുമല്ല. ഇവർ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണ്, ആ ഇരുട്ട് ജനങ്ങളിലേക്ക് പരത്തുന്നതാണ്. ഇൻ കേസ് ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ തെറ്റാണ്. അതിനോട് അരിഷ്ടത്തിനെ ആസവത്തിനെ കുറ്റം പറയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കഷായങ്ങളെ കുറ്റം പറയല്ല ചെയ്യേണ്ടത്. ഇപ്പം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത പല മരുന്നുകളും അലോപ്പതി ഡോക്ടേഴ്സ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റയർ മെഡിസിൻ്റെ തെറ്റായിട്ടാണോ പറയുന്നത്? ആക്ച്വലി അത് കൊടുത്ത ഡോക്ടറെ തെറ്റായിട്ടല്ലേ പറയുന്നത്? ഈ കഴിഞ്ഞ ദിവസം തടി കുറയാൻ വേണ്ടിയിട്ട് മെഡിസിൻ എടുത്ത ഒരു ലേഡിയുടെ കയ്യിലെ 9 വിരലുകൾ മുറിച്ചു മാറ്റി. അതിന് കുറ്റം പറഞ്ഞ ആക്ച്വലി ആ സിസ്റ്റത്തിനെയാണോ അല്ല ചെയ്ത ഡോക്ടറെയാണോ? അലോപ്പതി ഡോക്ടേഴ്സിന്റെ പലരുടെയും വീഡിയോ ഉണ്ട്. അവരൊരിക്കലും ആ സിസ്റ്റത്തിനെയോ അല്ല ചെയ്ത രീതികളോ തെറ്റായിട്ട് പറയുന്നില്ല, ചെയ്തതിനെ തെറ്റായിട്ട് പറയുന്നില്ല. മീൻസ് അലോപ്പതി മെഡിസിൻ്റെ തെറ്റായിട്ട് പറയുന്നില്ല, ആ ചെയ്ത ആളുടെ തെറ്റായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് മുടി മാറ്റി വെക്കാൻ പോയി തല പോകുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്തി. അവിടെ എത്തിയപ്പോഴും ആ ചെയ്ത സെൻറ്ററിൻ്റെ തെറ്റായിട്ടാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു സ്ഥലത്ത് പോലും ഈ അലോപ്പതിയുടെ അല്ലെങ്കിൽ ആ മെഡിസിൻ സിസ്റ്റത്തിൻ്റെ ഒരു തെറ്റായിട്ട് പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? അതെന്താണ്? ആയുർവേദത്തിലേക്ക് വരുമ്പോൾ മാത്രം നമ്മളെ മരുന്നുകളെ അടച്ചാക്ഷേപിക്കുന്നത്? ചെയ്യുന്ന ആൾക്കാരുടെ തെറ്റല്ലാതെ എന്തുകൊണ്ടാണ് ഈ മരുന്നുകളെ പറയുന്നത്? ഒരിക്കലും മരുന്നുകൾ തെറ്റല്ല, ശാസ്ത്രം ഒരിക്കലും തെറ്റല്ല. തെറ്റ് ചെയ്യുന്നവരുടെ ഭാഗത്താണ്. അതൊരിക്കലും അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്. ഇവർ ഈ ചെയ്യുന്നവരുടെ പേടിയാണ് ശരിക്കും. എന്ന് വെച്ചാൽ ലോകം മൊത്തം ആയുർവേദത്തിന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്കത് ദഹിക്കുന്നില്ല, ഇവർക്കത് എടുക്കാൻ പറ്റുന്നില്ല. ഇവരുടെ ബിസിനസ് കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ്. ആക്ച്വലി ബിസിനസ് കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള പേടി കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഇവർക്ക് ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളോടുള്ള പ്രത്യേക മോഹം കൊണ്ടോ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന നാളത്തെ തലമുറയ്ക്ക് അസുഖങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയൊന്നുമല്ല. അവരുടെ പോക്കറ്റിൽ വീഴുന്ന കാശ് കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള പേടി കൊണ്ട് മാത്രമാണ്. ഇതെല്ലാം കാണുമ്പോൾ സത്യത്തിൽ പുച്ഛമാണ് തോന്നുന്നത്. നല്ലവരായിട്ടുള്ള ഒരുപാട് അലോപ്പതി ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഇവരൊരിക്കലും ഇതിനെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ ഇത് ചെയ്യരുതെന്ന് പറയുന്നതോ ഒന്നുമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇതുപോലെ ചില എന്താ പറയുക, എല്ലാ പഴത്തിലും ഉണ്ടാവില്ല ചില പുഴുക്കൾ, ഇതുപോലത്തെ പുഴുക്കളെ കാണുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്താ, ആയുർവേദവും അലോപ്പതിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയൊരു കോഴ്സിനെ വരുന്നതിനെ പറ്റിയുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഇവിടെയുള്ള ഐഎംഎക്കാർ കിടന്ന് ചാവുന്നുണ്ട്. എന്തിനാണ് അവരത് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തിൻ്റെ ഓതന്റിസിറ്റി പോകുന്നതാണ് ഇവർ പറയുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ഒരുപാട് കാര്യങ്ങൾ കൈകോർത്ത് നിന്നാൽ ചെയ്യാനുണ്ട്. ആക്ച്വലി ഇതൊന്നും മനസ്സിലാക്കാതെ അല്ല, സത്യത്തിൽ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ കണ്ണടച്ചിരുട്ടാക്കുന്നതാണ്. എന്താണ് ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യുന്നതാണ്. ചൈന പോലെയുള്ള രാജ്യങ്ങൾ നമ്മളെക്കാട്ടിൽ എത്രയോ മുന്നിൽ ടെക്കിൽ നിൽക്കുന്ന രാജ്യമാണ്. അമേരിക്കയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരെക്കാട്ടിൽ എത്രയോ മുമ്പിൽ ഇത്തരം ടെക്നോളജിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മെഡിസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലോ ഒക്കെ ആധുനികമായിട്ട് നിൽക്കുന്ന ഏത് രാജ്യത്തിനെക്കാട്ടിലും ഒരു 20 വർഷം മുമ്പ് നിൽക്കുന്ന ഒരു രാജ്യം പോലും അവിടുത്തെ എന്താ പറയുക ട്രഡീഷണൽ സിസ്റ്റത്തിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവരുടെ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇത് പറ്റില്ല എന്ന് പറയുന്നു? അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ ബിസിനസ്സും ഇവിടുത്തെ ക്രൂക്കിഡ്നെസ്സുമാണ് അതിന് കാരണം. അല്ലാതെ ജനനന്മയല്ല. ജനനന്മയാണെന്ന് ഒരു കാരണവശാലും തെറ്റിദ്ധരിച്ചു പോകരുത്.
സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് കരുതുന്നു. അതുപോലെ ഇവർക്ക് ആവശ്യ സമയത്ത് നമ്മളെ മെഡിസിനുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞേ, ഒരുപക്ഷെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എന്താ പറയുക, ജനങ്ങൾക്ക് നല്ലത് വരുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന മനസ്ഥിതിയുള്ള ഡോക്ടർമാർ തന്നെ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ചില നമ്മുടെ ആയുർവേദിക് മെഡിസിൻസ് ഉണ്ട്, ഷെല്ലക്കി MR പോലെയുള്ള ചില മരുന്നുകൾ. അത് ഈ നോർമൽ ഈ പെയിൻ കില്ലേഴ്സ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന, അലോപ്പതിക് പെയിൻ കില്ലേഴ്സ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സുകളോ അല്ലെങ്കിൽ കിഡ്നി ഡാമേജോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാത്ത, എന്താ പറയുക, ഹാർട്ട് ഡിസീസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു മരുന്നായതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ പല മരുന്നുകളും. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് Li52 യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ ഒരുപാട് മരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പറ്റാത്ത ഇല്ലാത്ത മരുന്നുകൾ അവരെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. ഇതിനെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് അറിയേണ്ടത്. പക്ഷെ ഒരു സൈഡിലിരുന്ന് ഇതുപോലെ എന്താ പറയുക, കണ്ണടച്ച് ഇരുട്ടാക്കുന്ന കുറേ ആൾക്കാർ ഇതിനെ വെറുതെ ഇരുന്ന് കുറ്റം പറയുന്നുണ്ട്, അശാസ്ത്രീയം എന്ന് പറഞ്ഞു. ആക്ച്വലി ഈ ഇത്രയും പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ആൾക്കാർ എന്തിനാണ് ഇതിനെ ഇത്രയും ഭയക്കുന്നത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാത്തത് കൊണ്ട് ആളുകൾക്ക് എത്രയോ ഗുണം ചെയ്യേണ്ട, എത്രയോ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എൻറ്റയർ സയൻസിനെ അല്ലെങ്കിൽ എൻറ്റയർ ഒരു മെഡിസിനെ ഇരുന്ന് കുറ്റം പറയുന്നത് കാണുമ്പോൾ ഉള്ള സങ്കടം കൊണ്ട് പറയുന്നതാണിത്. അവരുടെ ഈ പേടി കാണുമ്പോൾ അത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുന്നുമില്ല. ബിസിനസ് തന്നെ ആയിരിക്കാൻ കാരണം എന്ന് കരുതുന്നു. ആളുകൾക്ക് ഞാൻ പറഞ്ഞ, നിങ്ങളിത് കേൾക്കുന്നവർക്ക് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒതൻറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്ന് എടുക്കുക, എന്നിട്ട് നല്ല ഗുണം കിട്ടുന്ന രീതിക്ക് ചെയ്യുക. അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയി അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന തെറ്റിൻ്റെ പേരിൽ ആയുർവേദത്തിന് അടച്ചാക്ഷേപിക്കരുത്. ഇത് കാണുന്ന എല്ലാവരോടും അല്ലെങ്കിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്. താങ്ക് യു.